ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത് ഫൺ വേൾഡ് അമ്യൂസ്മെന്റ് പാർക്കിലേക്കാണ് കേട്ടോ. മേക്കറി സർക്കിളിനടുത്തുള്ള ഫൺ വേൾഡ് അമ്യൂസ്മെന്റ് പാർക്ക്. അതിനോട് ചേർന്ന് തന്നെ സ്നോ സിറ്റി ഒക്കെ ഉണ്ട്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് പോകുന്നത് അവിടെ വാട്ടർ വേൾഡിൽ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷേ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല ഇവിടുന്ന്. കാരണം എന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ടിക്കറ്റിൻ്റെ റേറ്റ് ഒക്കെ ഒന്ന് അന്വേഷിച്ചതിന് ശേഷം എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഓൺലൈനിൽ ടിക്കറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഞങ്ങൾക്ക് വാട്ടർ വേൾഡിലാണ് മെയിനായിട്ട് കയറേണ്ടത്. അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് അതിന് വേറെ ടിക്കറ്റ് ആണോ എന്താണെന്ന് നോക്കിയിട്ട് വേണം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോവാണേ. അപ്പോൾ ഇതാ പോകുന്ന വഴിക്ക് നല്ല രസമാണ് ഈ മരങ്ങളൊക്കെ കാണാനായിട്ട്. ശരിക്കും ഇങ്ങനെയായിരുന്നു ബാംഗ്ലൂർ ഉണ്ടായിരുന്നത്. ഒരു 10-15 കൊല്ലം മുമ്പ് വരെ ഇങ്ങനെ തന്നെയായിരുന്നു ബാംഗ്ലൂർ. എല്ലായിടത്തും നിറച്ച് മരങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറയണ്ട, എവിടെയും മരങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടായി വരുന്നുണ്ട് ബാംഗ്ലൂരും. അപ്പോൾ അതാ ഞങ്ങൾ ഫൺ വേൾഡിലെത്തി. അവിടെ എത്തിയിട്ട് ഞങ്ങൾ അവിടെ കൗണ്ടറിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വാട്ടർ വേൾഡിന് അങ്ങനെ സെപ്പറേറ്റ് ടിക്കറ്റ് ഒന്നുമില്ല. രണ്ടിനും കൂടി ചേർത്ത്, അതായത് ഫൺ വേൾഡും വാട്ടർ വേൾഡിനും കൂടി ചേർത്തിട്ട് ഒരു ടിക്കറ്റ് പ്രൈസാണ് ഉള്ളത്. അത് 1499 ആണ് വീക്കെൻഡ്സും പബ്ലിക് ഹോളിഡേയ്സിൻ്റെ അന്ന്. ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾ ഓൺലൈനിൽ അവിടെ നിന്നുകൊണ്ട് ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അതാകുമ്പോൾ നമുക്ക് 10% ഡിസ്കൗണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 400 റുപ്പീസ് കുറഞ്ഞ് കിട്ടി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ പേയ്മെൻറ്റ് അവിടെ ചെയ്യേണ്ടി വരും. ഫുൾ ടിക്കറ്റ് പ്രൈസും കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു 10% ഡിസ്കൗണ്ട് കിട്ടും. അതല്ലാതെ സ്റ്റുഡൻസിന് 30% ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ ഗവൺമെൻറ് ഓഫീഷ്യൽസിന് 20% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എന്തൊക്കെ ഓഫേഴ്സ് ഒക്കെ ഉണ്ടോ അതെല്ലാം അവൈൽ ചെയ്തിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. വീക്ക് ഡേയ്സിൽ ടിക്കറ്റ് പ്രൈസ് കുറയും കേട്ടോ. വീക്ക് ഡേയ്സ് 1200 ആണെന്ന് തോന്നുന്നു. പിന്നെ കിഡ്സിന് 1000 റുപ്പീസാണ് എപ്പോഴും. വീക്ക് ഡേയ്സ് ആയാലും വീക്കെൻഡ് ആയാലും 1000 റുപ്പീസ് തന്നെയാണ്. സ്റ്റുഡൻറ്റിന് ID കാർഡ് കാണിക്കണം. അതല്ലാതെ അവരുടെ എക്സാം ഹോൾ ടിക്കറ്റ് അങ്ങനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ 30% ഡിസ്കൗണ്ട് അവൈൽ ചെയ്യാൻ പറ്റുമേ. അങ്ങനെ നമ്മൾ നേരെ കയറി ഉടനെ തന്നെ ഡ്രൈ റൈഡ്സിലൊന്നും കയറിയില്ല. അതിന് മുമ്പേ തന്നെ മോള് വാട്ടർ വേൾഡിൽ കയറണം എന്ന് പറഞ്ഞിട്ട് ഒരേ ബഹളമായിരുന്നു. അതുകൊണ്ട് വേറെ റൈഡ്സിലൊന്നും കയറാൻ നിന്നില്ല. നേരെ നമ്മൾ വാട്ടർ വേൾഡിലേക്കാണ് പോയത്. അവിടെ പോയിട്ട് വേവ് പൂൾ ഉണ്ടായിരുന്നു. വേവ് പൂൾ ഒരു നല്ല സംഭവമാണ്. നമ്മുടെ വണ്ടർല പോലത്തെ വലിയതല്ലെങ്കിലും വണ്ടർലയുമായിട്ട് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം വണ്ടർലയിൽ കുറച്ചുകൂടി ഒരുപാട് റൈഡ്സ് ഉണ്ട്, അത്യാവശ്യം വലിയതാണ്. പക്ഷേ എന്നാലും ഇവിടെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മൊത്തത്തിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമേ. ഞങ്ങൾ മെയിനായിട്ട് പോയത് തന്നെ മോക്ക് വേണ്ടിയിട്ടാണ്. കാരണം അവൾക്ക് നല്ല എൻജോയ്മെൻറ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ പോയത്. അതുകൊണ്ടാണ് നേരെ നമ്മൾ വാട്ടർ വേൾഡിലേക്ക് ഇറങ്ങി ചെന്നത്. അപ്പോൾ അവിടെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഓരോ സെക്കൻഡ്സും. അങ്ങനെ കുറേ നേരം വെള്ളത്തിൽ കളിക്കുമ്പോഴത്തേന് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ തൊട്ടടുത്ത് അതിൽ തന്നെ ഫൺ വേൾഡിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതും മലയാളീസ് നടത്തുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അവിടെ പോയിട്ട് സാൻഡ്വിച്ചും പനീർ ചില്ലിയും ഫ്രൈഡ് റൈസൊക്കെ മേടിച്ച് കഴിച്ചു. ഇതല്ലാതെ നമുക്ക് വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ട് കഴിക്കാനുള്ള പെർമിഷനും ഉണ്ട്. നമുക്ക് അവിടെ ഇരുന്നിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഒരു പിക്നിക് മൂഡ് ഉണ്ടാവും.
അപ്പോൾ ഞങ്ങൾ എന്തായാലും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇതൊട്ടും പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് നമ്മൾ രാത്രി ഡിസൈഡ് ചെയ്തിട്ട് പോകുമായിരുന്നു ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫുഡൊന്നും പ്രിപ്പയർ ചെയ്യാൻ സമയമൊന്നും കിട്ടിയില്ല. എന്നാലും അവിടുത്തെ സാൻഡ്വിച്ച് അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ്. വെജ് സാൻഡ്വിച്ചാണ് മേടിച്ചത്, നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പനീർ ചില്ലി അത്ര പോരാ, എന്നാലും നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് കളിച്ച് വരുന്ന സമയത്ത് ചൂടോടെ എന്തെങ്കിലും കഴിക്കാനൊക്കെ തോന്നും. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ലേസി പൂളിലേക്ക് ഇറങ്ങി. എന്താ പറയുന്നത്, വെറുതെ ഇങ്ങനെ കിടന്നുകൊണ്ട് പോവുക, ഒരു സുഖമുള്ള പരിപാടിയല്ലേ, ഒന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ കിടക്കുക. ഭയങ്കര മടിയന്മാർക്ക് പറ്റിയ പരിപാടിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നേ. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഒരു വാട്ടർ ഗെയിംസിലേക്ക് തന്നെ പോയി. ഞാൻ പറഞ്ഞില്ല, ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ വാട്ടർ ഗെയിംസിൽ തന്നെ ആയിരുന്നു. എന്ത് ചെയ്തിട്ടും മോള് വെള്ളത്തിൽ നിന്ന് കയറുന്നില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, നമ്മൾ ബാക്കിയുള്ള റൈറ്റ്സിനും കൂടിയാണ് പേ ചെയ്തേക്കുന്നതൊക്കെ വിചാരിച്ച് കുറേയൊക്കെ കൺവിൻസ് ചെയ്യാൻ നോക്കി. എന്നാലും ഒരു രീതിയിലും കേൾക്കുന്നില്ല, അവൾക്ക് വെള്ളത്തിൽ കളിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും വീണ്ടും വെള്ളത്തിലേക്ക് തന്നെ ഇറങ്ങി. ഈ ഒരു സംഭവം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ട്, അതേപോലെ ഫോട്ടോസിനൊക്കെ പറ്റിയതാണ്. വാട്ടർ വേൾഡ് ഒരു 5 o'clock ആകുമ്പോൾ ക്ലോസ് ആവേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനത്തെ റൈഡ്സിലൊക്കെ കയറാനായിട്ട് സമയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് 7 o'clock വരെ ഓപ്പൺ ആണ്. നമ്മൾ ഈ വെള്ളത്തിൽ കളിക്കുന്നത് മാത്രമേ ഉള്ളൂ 5 o'clock ക്ലോസ് ആവുന്നത്. ബാക്കി എല്ലാ റൈഡ്സും 7 വരെയൊക്കെ ഓപ്പൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി ഓരോ റൈഡ്സിലും കയറാൻ തുടങ്ങി. ആദ്യം തന്നെ ഈ സ്കൈ ഡ്രോപ്പിലാണ് കയറിയത്. നമ്മൾ വണ്ടർലാൽ ഇതിനെക്കാട്ടിലൊക്കെ വലിയ സ്കൈ ഡ്രോപ്പാണ് ഉള്ളത്, പക്ഷെ അതിൻ്റെ പകുതി പോലും ഇല്ല ഇത്. എന്നാലും നല്ലൊരു ത്രില്ലിങ് റൈഡ് തന്നെയാണ് കേട്ടോ. ഇതല്ലാതെ കുറേ റൈഡ്സ്, ഒരുപാട് റൈഡ്സ് ഉണ്ട്. അതിലൊരു എനിക്ക് തോന്നുന്നു 90% റൈഡും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, കാരണം അത്രയും സമയം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ കയറാൻ പറ്റുന്ന എല്ലാ റൈഡ്സിലൊക്കെ കയറി. മോള് എല്ലാ റൈഡ്സിലും കയറിയിട്ടുണ്ട്. അതായത് കുട്ടികൾക്ക് അവിടെ ഉണ്ടായിരുന്ന ഏതൊക്കെ റൈഡ്സ് ഉണ്ടോ അതിലെല്ലാത്തിലും കയറിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ ആദ്യം തൊട്ടേ അവളോട് പറയായിരുന്നു കേട്ടോ, നമുക്ക് എല്ലാ റൈഡ്സിലും കയറിയിട്ട് വാട്ടർ വേൾഡിൽ ഇറങ്ങാം, അല്ലെങ്കിൽ പിന്നീട് സമയം കിട്ടത്തില്ല, ഒരുപാട് മിസ്സാവും എന്നൊക്കെ. പക്ഷേ എവിടെ കേൾക്കാൻ. അത് കഴിഞ്ഞപ്പോൾ അവക്കുള്ള റൈഡ്സിലൊക്കെ കയറാൻ അവൾക്ക് സമയം കിട്ടി. കുട്ടികൾക്ക് കളിക്കാനായിട്ട് അത്യാവശ്യം റൈഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതുകൊണ്ട് തന്നെ അവർക്ക് ബോറടിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ റൈഡ്സിലൊക്കെ കയറി കഴിഞ്ഞിട്ട് ഒരു ഉച്ച കഴിഞ്ഞിട്ട് വാട്ടർ വേൾഡിൽ ഇറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. വെള്ളത്തിൽ കളിച്ചതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള റൈഡ്സിലൊക്കെ കയറാൻ പറ്റും. അങ്ങനെ പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്.
അങ്ങനെ നല്ല അടിച്ചു പൊളിച്ചൊരു ദിവസമായിരുന്നു. ഫൺ വേൾഡിൽ ഞങ്ങൾ മാക്സിമം അടിച്ചു പൊളിച്ചെന്ന് പറയാം. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞിട്ടാണ് ഡിന്നർ കഴിക്കാനായിട്ട് പോകുന്നത്. വരുന്ന വഴിക്ക് കഴിക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്ന് ഫ്രഷപ്പ് ആവണമെന്ന് തോന്നിയതുകൊണ്ട് വീട്ടിലെത്തി ഞങ്ങളെല്ലാവരും കുളിച്ച് റെഡിയായി തിരിച്ച് റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. ആദ്യം ഞങ്ങൾ വിചാരിച്ചു മേഘ്ന ഫുഡ്സിൽ പോയിട്ട് ബിരിയാണിയൊക്കെ കഴിക്കാമെന്ന്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് അവിടെ ടേക്ക് അവേ മാത്രമേ ഉള്ളൂ, അവിടെ നിന്ന് കഴിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തൊട്ടടുത്ത് ഹോട്ടൽ രാഗ എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ഇത് ആന്ധ്ര സ്റ്റൈൽ റെസ്റ്റോറൻറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് അവിടുത്തെ മീൽസ് വാങ്ങിച്ചു. അതിൻ്റെ കൂടെ തന്തൂരി ചിക്കനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഡീസൻറ്റ് പ്രൈസിൽ നല്ലൊരു മീൽസ് ആയിരുന്നു കേട്ടോ. ആന്ധ്ര സ്റ്റൈൽ മീൽസ് ആണ്, നല്ല മീലായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ അത് കഴിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോയി. അത്രയേ ഉള്ളൂ. ഈ ഒരു കുഞ്ഞു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.